തലയും കുട്ടികളും ഇപ്പം നിറഞ്ഞാണ്. അതെ, കഴിഞ്ഞ കളിയിലെ ജയത്തിന്റെ ഒരു തുടർച്ച. കഴിഞ്ഞ കളി ഞങ്ങൾ 2 വിക്കറ്റ് ജയിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ? കാര്യമില്ലല്ലോ, അതെന്തോ ആട്ടെ, നിങ്ങൾ ഓരോ മാസം ഓരോ വിജയിക്കണല്ലേ പറഞ്ഞിട്ട് വിചാരിച്ചു 6 ഇപ്പൊ പ്ലേ ഓഫിലൊക്കെ എത്തി ഫൈനൽ കളിച്ചാൽ വേണ്ടി റെഡിയായി നിൽക്കുക. ഞങ്ങളും പ്ലേ ഓഫിലില്ല, നിങ്ങളും പ്ലേ ഓഫിലില്ല. ഞങ്ങൾക്ക് തള്ളലില്ല, ഞങ്ങൾക്ക് തള്ളലുണ്ട്. ഞങ്ങൾ നിങ്ങളെക്കാൾ ഒരു കളി കുറച്ചല്ല കളിച്ച്. അടുത്ത 2 കളികൾ, ഇപ്പൊ ഈ കളിയും അടുത്ത കളിയും ജയിക്കുന്നു. കഴിഞ്ഞ കളി ഞങ്ങൾ ജയിച്ചിട്ടുണ്ട്, പ്ലേ ഓഫിലേക്ക് എത്തും. ഞങ്ങളെ തല അർഹിക്കുന്ന തരത്തിൽ ഞങ്ങൾ ഇത് ഫിനിഷ് ചെയ്യും. അടുത്ത കൊല്ലത്തേക്ക് തല വീണ്ടും ഭയങ്കര ഊർജ്ജത്തോടു കൂടി വരും. അതാണ് ഞങ്ങൾ ഇവിടെ പ്ലാൻ ചെയ്യുന്നത്. ചെക്കന്മാർക്കൊക്കെ അവസരം കൊടുത്ത് എജാതി കളിയാണ്. ആ ഉറുവിൽ പട്ടേലൊക്കെ കഴിഞ്ഞ കളി 4 സിക്സറാണ്. ചെക്കന്മാർക്ക് അവസരം കൊടുത്തത് അല്ല, തല ഫോം ആയിട്ടൊന്നും നിങ്ങൾക്ക് ഇവിടെ ആഘോഷം നടക്കലുണ്ടാവില്ല. അതങ്ങനെയല്ല, താലന്റെ ഉദ്ദേശം തന്നെ ഇന്ത്യൻ ക്രിക്കറ്റിന് കുറെ ആൾക്കാരെ സംഭാവന ചെയ്യാന്നുള്ളതാണ്. ഇപ്പൊ സൈക്ക് റസീദ് ഇപ്പം അത്ര വലിയ കളിയൊന്നും കളിച്ചില്ല, എന്നാലും ഞങ്ങൾക്ക് പ്രതീക്ഷ. ആയുഷ്മാൻ എത്ര ഞങ്ങൾ ടീം നോക്കി ചെക്കന്മാർക്ക് അവസരം കൊടുത്ത് വളർത്തിക്കൊണ്ട് നിങ്ങൾ എത്താണ് ഒരു കാര്യമില്ലാതെ നിങ്ങൾ എത്താം. ആരെ കളിച്ചു നിങ്ങളുടെ ടീമില് ധ്രുവ് ജുറലും മെറ്റ്മേറും അവസാനം ബാറ്റ് ചെയ്യാനില്ലെങ്കിൽ നിങ്ങൾ തോറ്റെന്ന് അല്ല ഉറപ്പിച്ച് എതിരാളികൾക്ക് സന്തോഷം. പറഞ്ഞ ഈ IPL-ന്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും പ്രായം കുറഞ്ഞ കളിക്കാരനെ പ്രൊഡ്യൂസ് ചെയ്ത ടീമാണ്. എന്നിട്ട് ആ കുട്ടീനെ വെറുതെ നാണം കെടുത്താൻ വേണ്ടിയിട്ട് ഫുള്ള് കളി തോൽക്കണ്ടല്ലോ അവസരം. കാരണം ഞങ്ങളെ ക്യാപ്റ്റൻ കണ്ടോ ഓണായി. ക്യാപ്റ്റന്റെ കളി അത്രമാത്രം ഉണ്ട്, അതുകൊണ്ടാണ് ഒരു പരിക്ക് കഴിഞ്ഞ് ബ്രേക്കായി ഇങ്ങോട്ട് വന്നതല്ലേ. അപ്പൊ അതിന്റെ പ്രശ്നങ്ങൾ ഉണ്ടാവില്ലേ? ക്യാപ്റ്റൻ ഓപ്പൺ ഇറങ്ങിയ അവിടുന്ന് ആൾക്കാർ മണ്ടിച്ചു. കാരണം അമ്മാതിരി കളിയാണ് ചെക്കൻ കളിച്ചത്. ആ ചെക്കന്റെ മുമ്പിൽ അവസരം കൊടുത്താൽ ഔട്ട് പ്ലേഡ് ഈ കൊടിച്ചിക്കാണ്ട് കൊണ്ടോൺ തന്നെ ഇറങ്ങാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഓപ്പണിങ്ങിന് ഇറങ്ങാൻ പറ്റുള്ളൂ നിൽക്കൊന്നുമില്ല. അങ്ങനെ ഇപ്പൊ ആരോടെ പറഞ്ഞ ഞങ്ങളാരും അങ്ങനെ പറയില്ലല്ലോ. ഞങ്ങളെ ക്യാപ്റ്റൻ അറിയാം ഇറങ്ങണോരെ അതല്ല, ആരും ഇല്ലെങ്കിൽ ഞാൻ നോക്കിക്കോളാം. അതാണ് ഞങ്ങളെ ക്യാപ്റ്റൻ. അല്ലാതെ ഒരു സെൽഫിഷ്നെസ് മൂപ്പർക്കില്ല. ഉണ്ടായത് കളിച്ചാൻ കഴിയാതായപ്പോ അതൊക്കെ എല്ലാരും പരിഗണിക്കുന്നില്ല. അല്ലാതെ മൂപ്പരാരും മോശക്കാരനാക്കുന്നതല്ല. മൂപ്പരെല്ലാരും കാണുമ്പോ മനസ്സിലാവുന്നുണ്ട്. ഞങ്ങൾ ഇവിടെ വിദേശ താരങ്ങൾ വരണ്ട ചെക്കന്മാരെ കളിപ്പിച്ചു. അതാണ് ഞങ്ങളുടെ ഉദ്ദേശം. ഞങ്ങളാണ് അതിന് ഇനി ആർക്കും തർക്കം വേണ്ട. ഞങ്ങളാണ് എല്ലാവർക്കും അവസരം കൊടുക്കേണ്ടതും. നന്നായിട്ട് അവര് നന്നായിട്ട് ഫോം ആവുന്നുണ്ട്, അവർക്ക് നല്ല ഇത് സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കുന്നുണ്ട്. പക്ഷെ ടീം മൊത്തത്തിൽ തന്നെയല്ലേ. ഞങ്ങൾ 5 കപ്പുള്ളൂ, ഞങ്ങൾക്ക് എന്തും ആവാം. 5 പിടിച്ച് നിങ്ങൾക്ക് അതിനുള്ള അതൊന്നുമില്ല. ഞങ്ങളാണ് ആദ്യത്തെ ചാമ്പ്യന്മാർ. അതിന്റെ ശേഷം പിന്നെ മോശമല്ലേ വിചാരിച്ച് നിൽക്കാറോ അല്ലെ. അപ്പൊ അങ്ങനെ ഒരു ടീം സെറ്റായി വന്നില്ല. 5 എണ്ണാണ് കൊടുത്തത്, 5 എണ്ണം. അതുകൊണ്ട് തലേനൊന്നും അതാക്കാൻ വേണ്ടി ആരും വരണ്ട. 5 കപ്പുണ്ട്, 5 എണ്ണം.